ഹലോ, ഗുഡ് മോർണിംഗ്. വെൽക്കം ബാക്ക് ടു കത്തൂസ് സ്പേസി ബുള്ളറ്റ്. എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ നമുക്ക് PSC പരീക്ഷകളിൽ ആവർത്തിക്കുന്ന ഒരു ഏരിയയാണ് കറണ്ട് അഫയേഴ്സ്. നമ്മൾ ഇന്ന് എടുക്കാൻ പോകുന്നത് 2025 പ്രധാനപ്പെട്ട കുറച്ച് കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങളാണ്. അപ്പോൾ ടെലഗ്രാം ചാനലായിട്ടുള്ള PSC PDF ബാങ്ക് അത് അവർ കൊടുത്തിരിക്കുന്ന ഒരു നോട്ട്സാണ് കേട്ടോ അത്. അപ്പോൾ നിങ്ങൾക്ക് PSC ആയിട്ട് ബന്ധപ്പെട്ട PDFകൾ ആവശ്യമുണ്ടെങ്കിൽ ഇന്ന് തന്നെ ടെലഗ്രാം ചാനലായിട്ടുള്ള PSC PDF ബാങ്ക് സെർച്ച് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ധാരാളം നമുക്ക് ഒരുപാട് ഉപകാരപ്പെടുന്ന ഒരുപാട് PDFകൾ ഉള്ളൊരു ചാനലാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും അതിലൊന്ന് ജോയിൻ ചെയ്തേക്കുക. ഓക്കെ, അപ്പോൾ ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് കിടക്കാം. 2025 ഹരിവരാസന പുരസ്കാര ജേതാവ് ആരാണ്? കൈതപ്രം ദാമോദരൻ നമ്പൂതിരിയാണ് 2025 ഹരിവരാസന പുരസ്കാര ജേതാവ്. അനുബന്ധ വിവരങ്ങൾ കുറച്ച് പറയാം. ഹരിവരാസന പുരസ്കാരത്തെക്കുറിച്ച് കേരള സർക്കാർ ഏർപ്പെടുത്തിയ പ്രധാന സാംസ്കാരിക പുരസ്കാരമാണ് ഹരിവരാസന. ഓക്കെ, നമ്മുടെ കേരള സർക്കാർ ഏർപ്പെടുത്തിയിട്ടുള്ള പ്രധാനപ്പെട്ട സാംസ്കാരിക പുരസ്കാരമാണ് ഹരിവരാസന പുരസ്കാരം. ശബരിമല ക്ഷേത്രവുമായി ബന്ധപ്പെട്ട സംഗീത സാംസ്കാരിക മേഖലയിലെ സംഭാവനകൾക്കാണ് ഇത് നൽകുന്നത്. ഓക്കെ, പേര് കേട്ടാൽ തന്നെ അറിയാലോ, ശബരിമല ക്ഷേത്രമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്. 1 ലക്ഷം രൂപയും പ്രശസ്തി പത്രവും അടങ്ങുന്നതാണ് പുരസ്കാരം. ഓക്കെ, 1 ലക്ഷം രൂപ പ്രശസ്തി പത്രം. ഓക്കെ, ഇനി കഴിഞ്ഞ വർഷങ്ങളിലെ പുരസ്കാരങ്ങൾ ലഭിച്ചത് 2024 PK വീരമണിദാസൻ, അതുപോലെ തന്നെ 2023 ശ്രീകുമാരൻ തമ്പിക്കാണ്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഒന്ന് ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ എന്താണ് 2025 നമ്മുടെ ഹരിവരാസന പുരസ്കാരം ലഭിച്ചിട്ടുള്ളത് കൈതപ്രം ദാമോദരൻ നമ്പൂതിരിക്കാണ്. അപ്പോൾ കേരള സർക്കാർ ഏർപ്പെടുത്തിയ പ്രധാന സാംസ്കാരിക പുരസ്കാരമാണ്. ശബരിമല ക്ഷേത്രവുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്. 1 ലക്ഷം രൂപയും പ്രശസ്തി പത്രവും അടങ്ങുന്നതാണ് പുരസ്കാരം. പിന്നെ 2024 ഇത് ലഭിച്ചിട്ടുള്ളത് PK വീരമണിക്കും, അതുപോലെ തന്നെ എന്താണ് 2023 ശ്രീകുമാരൻ തമ്പിക്കുമാണ് ലഭിച്ചിട്ടുള്ളത്. ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയല്ലോ. ഇനി നമുക്ക് ഒരു പദ്ധതിയെക്കുറിച്ച് പഠിക്കാം. പ്രധാനമന്ത്രി ഫസൽ ബീമ യോജന. ഓക്കെ, അപ്പോൾ അതിൻ്റെ പ്രധാന ലക്ഷ്യം എന്താണെന്നാണ് ചോദിക്കുന്നത് കേട്ടോ. പ്രധാനമന്ത്രി ഫസൽ ബീമ യോജന പ്രകൃതിക്ഷോഭം, കീടങ്ങൾ, രോഗങ്ങൾ എന്നിവയുടെ ഫലമായി വിജ്ഞാപനം ചെയ്യപ്പെട്ട ഏതെങ്കിലും വിളകൾ പരാജയപ്പെടുമ്പോൾ കർഷകർക്ക് ഇൻഷുറൻസ് പരിരക്ഷയും സാമ്പത്തിക സഹായവും നൽകുക. ഓക്കെ, അപ്പോൾ പ്രകൃതിക്ഷോഭം കൊണ്ടോ എന്തെങ്കിലും കീടാണുക്കളൊക്കെ വന്നല്ലേ, കീടങ്ങൾ വെച്ചിട്ടോ അല്ലെങ്കിൽ രോഗങ്ങൾ വന്നിട്ടോ, അപ്പോൾ അങ്ങനെയൊക്കെ ഒരുപാട് വിളകളൊക്കെ ചിലപ്പോൾ പരാജയപ്പെട്ടു പോയി എന്ന് വരാം അല്ലേ. അപ്പോൾ അത്തരം സന്ദർഭങ്ങളിൽ നമ്മുടെ കർഷകർക്ക് ഇൻഷുറൻസിൻ്റെ ഒരു പരിരക്ഷ കൊടുക്കുക, സാമ്പത്തിക സഹായങ്ങൾ കൊടുക്കുക. അപ്പോൾ ഇതാണ് പ്രധാനമന്ത്രി ഫസൽ ബീമ യോജന. അപ്പോൾ കൃഷിയുമായി ബന്ധപ്പെട്ട ഒരു പദ്ധതിയാണ്. അതൊക്കെ ഒന്ന് മനസ്സിലുണ്ടാവുക കേട്ടോ. 2016 ആരംഭിച്ച ഈ പദ്ധതി ഒരു രാജ്യം ഒരു വിള ഒരു പ്രീമിയം എന്ന തത്വത്തിൽ പ്രവർത്തിക്കുന്നു. ഓക്കെ, ഇപ്പോൾ സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് കൂടുതലാണ് അല്ലേ. അപ്പോൾ എന്താണ്, ഒരു രാജ്യം ഒരു വിള ഒരു പ്രീമിയം, ഈ ഒരു തത്വത്തിൽ പ്രവർത്തിക്കുന്ന 2016 ആരംഭിച്ചിട്ടുള്ള ഒരു പ്രധാന പദ്ധതിയാണ് പ്രധാനമന്ത്രി ഫസൽ ബീമ യോജന. കിട്ടിയല്ലോ. അപ്പോൾ കർഷകർക്ക് ഇൻഷുറൻസുകൾ കൊടുക്കുക, അതുപോലെ തന്നെ എന്താണ് സാമ്പത്തിക സഹായങ്ങളൊക്കെ നൽകുക. ഇതാണ് കേട്ടോ മെയിനായിട്ടുള്ള ലക്ഷ്യങ്ങൾ. ഇനി നമുക്ക് ഇന്ത്യയിൽ വിമാനങ്ങളിൽ വൈഫൈ സേവനം ആരംഭിച്ച ആദ്യ വിമാന കമ്പനി എയർ ഇന്ത്യയാണ്. ഓക്കെ, നമ്മുടെ ഇന്ത്യയിൽ വിമാനങ്ങളിൽ വൈഫൈ സേവനം ആരംഭിച്ച ആദ്യത്തെ വിമാന കമ്പനി ഏതാണ്? എയർ ഇന്ത്യയാണ് കേട്ടോ. ഓർത്തിരിക്കുക, ചോദിക്കാൻ ചാൻസ് ഉണ്ട്. 2025 ലോക ബ്ലിറ്റ്സ് ചെസ് ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യയുടെ വൈശാലി നേടിയ മെഡൽ വെങ്കലാണ് കേട്ടോ. അപ്പോൾ വൈശാലി ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു അങ്ങനെ ചോദിക്കാം. ചെസ്സാണ്. അപ്പോൾ ഏത് മെഡലാണ് ലഭിച്ചിട്ടുള്ളത്? ലോക ബ്ലിറ്റ്സ് ചെസ് ചാമ്പ്യൻഷിപ്പിൽ ലഭിച്ചിട്ടുള്ളത് വെങ്കല മെഡലാണെന്ന് കൂടി ഓർത്തിരിക്കുക, വൈശാലി. ഓക്കെ, ഇനി ഇന്ത്യൻ ഗ്രാൻഡ് മാസ്റ്റർ പ്രജ്ഞാനന്ദയുടെ സഹോദരിയാണ് 23 വയസ്സുകാരിയായിട്ടുള്ള വൈശാലി. ഗ്രാൻഡ് മാസ്റ്റർ പട്ടം നേടുന്ന ആദ്യ സഹോദരന്മാരാണ് ഇവർ. ഓക്കെ, പ്രജ്ഞാനന്ദയെക്കുറിച്ച് കേൾക്കാത്തവരുണ്ടാവില്ല. അപ്പോൾ പ്രജ്ഞാനന്ദയുടെ സഹോദരിയാണ്. ഗ്രാൻഡ് മാസ്റ്റർ പട്ടം നേടുന്ന ആദ്യ സഹോദരന്മാരാണ് ആര്? വൈശാലിയും പ്രജ്ഞാനന്ദയും. അപ്പോൾ ഈ ഒരു കാര്യം ഓർത്തിരിക്കുക. 2025 ലോക ബ്ലിറ്റ്സ് ചെസ് ചാമ്പ്യൻഷിപ്പിൽ വൈശാലിക്ക് നേടിയ കിട്ടിയിട്ടുള്ള മെഡൽ ഏതാണ്? വെങ്കല മെഡലാണ്. എടുത്ത് ചോദിക്കാനൊക്കെ ചാൻസ് ഉണ്ട് കേട്ടോ. ഇനിയൊരു പദ്ധതിയെക്കുറിച്ച് പഠിക്കാം. ഒരു രാജ്യം ഒരു സബ്സ്ക്രിപ്ഷൻ. ഈ ഒരു പദ്ധതി എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? രാജ്യത്തെ കോടിക്കണക്കിന് വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും ലോക നിലവാരമുള്ള ഗവേഷണ പ്രസിദ്ധീകരണങ്ങൾ ലഭ്യമാക്കുന്നതിനായി കേന്ദ്ര സർക്കാർ ആരംഭിച്ചൊരു പദ്ധതിയാണിത്. ഓക്കെ, അപ്പോൾ ഇത് അധ്യാപകർക്കും വിദ്യാർത്ഥികൾക്കും വേണ്ടിയിട്ടുള്ളതാണ് കേട്ടോ. ഒരുപാട് ഗവേഷണ പ്രസിദ്ധീകരണങ്ങളൊക്കെ ലഭ്യമാക്കാൻ വേണ്ടിയിട്ടുള്ളൊരു പദ്ധതിയാണ്. കേന്ദ്ര സർക്കാർ 6000 കോടി രൂപയാണ് ഇതിനു വേണ്ടിയിട്ട് മാറ്റിവെച്ചിട്ടുള്ളത്. UGCയുടെ ഇൻഫർമേഷൻ ആൻഡ് ലൈബ്രറി നെറ്റ്വർക്കാണ് ഈ ഒരു പദ്ധതി നടപ്പിലാക്കുന്നത്. ഓക്കെ, യൂണിവേഴ്സിറ്റി ഗ്രാൻഡ് കമ്മീഷൻ അല്ലേ. അപ്പോൾ UGCയുടെ ഒരു ഇൻഫർമേഷൻ ആൻഡ്
ലൈബ്രറി നെറ്റ്വർക്കാണ് ഈ ഒരു പദ്ധതി നടപ്പിലാക്കുന്നത്. പിന്നെ 13,000-ഓളം ജേണലുകൾ ഇതുവഴി ലഭ്യമാകും. 6,300-ലേറെ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇത് പ്രയോജനം ലഭിക്കുന്നുണ്ട്. സർക്കാർ സ്ഥാപനങ്ങളായിക്കോട്ടെ, സർവകലാശാലകൾ, IIT-കൾ എന്നിവയിലെ 1.8 കോടിയിലേറെ വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും ഇത് നല്ലൊരു സഹായമായിരിക്കും. ഒരു രാജ്യം ഒരു സബ്സ്ക്രിപ്ഷൻ പോർട്ടൽ വഴിയാണ് ഈ സേവനം ലഭ്യമാക്കുന്നത്. ജേണലുകൾ വാങ്ങാനുള്ള ചെലവ് ഗണ്യമായിട്ട് കുറയാൻ ഇതുവഴി സാധിക്കും. അപ്പോൾ കിട്ടിയല്ലോ. ഇനി അന്തരിച്ച പ്രമുഖ സസ്യശാസ്ത്രജ്ഞൻ ഡോക്ടർ KS മണിലാൽ. ഓക്കെ, അദ്ദേഹത്തിനെ കുറിച്ച് കുറച്ച് ഡീറ്റെയിൽസ് പറയാം. ഓക്കെ, അപ്പോൾ ഈയിടെ അന്തരിച്ച ഡോക്ടർ KS മണിലാൽ, ഓക്കെ, അദ്ദേഹത്തിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ. കാലിക്കറ്റ് സർവകലാശാല സസ്യശാസ്ത്ര വിഭാഗം മുൻ മേധാവിയും പത്മശ്രീ പുരസ്കാര ജേതാവുമായ ഡോക്ടർ KS മണിലാൽ കേരളത്തിന്റെ സസ്യസമ്പത്തിനെ കുറിച്ച് 17-ാം നൂറ്റാണ്ടിൽ ലാറ്റിൻ ഭാഷയിൽ പ്രസിദ്ധീകരിച്ച ഹോർത്തൂസ് മലബാറിക്കസ് എന്ന പ്രാചീന ഗ്രന്ഥം ആദ്യമായി ഇംഗ്ലീഷിലേക്കും മലയാളത്തിലേക്കും വിവർത്തനം ചെയ്ത പ്രമുഖ ഗവേഷകനായിരുന്നു. അപ്പോൾ KS മണിലാലിനെ കുറിച്ച് പറയുമ്പോൾ തന്നെ നമുക്ക് ഓർമ്മ വരുന്നത് എന്തായിരിക്കും? ഹോർത്തൂസ് മലബാറിക്കസ് ആണ് അല്ലേ? അപ്പോൾ ഹോർത്തൂസ് മലബാറിക്കസ് ആദ്യമായിട്ട് ഇംഗ്ലീഷിലേക്കും മലയാളത്തിലേക്കും ഒക്കെ വിവർത്തനം ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുള്ള പ്രമുഖനായിട്ടുള്ളൊരു ഗവേഷകനായിരുന്നു KS മണിലാൽ. ഓക്കെ, അദ്ദേഹത്തിന് പത്മശ്രീ പുരസ്കാരം ലഭിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ എന്താണ്, നമ്മുടെ കാലിക്കറ്റ് സർവകലാശാലയുടെ സസ്യശാസ്ത്ര വിഭാഗത്തിലെ മുൻ മേധാവിയായിരുന്നു. ഓക്കെ, അപ്പോൾ ഈ ഹോർത്തൂസ് മലബാറിക്കസും എല്ലാ കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കുക കേട്ടോ. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഇതിനെ ടച്ച് ചെയ്ത് നമുക്ക് വേണമെങ്കിൽ ഡച്ചുകാരെ കുറിച്ചോ ഹോർത്തൂസ് മലബാറിക്കസിനെ കുറിച്ചോ ചോദിക്കാം. ഓക്കെ, അപ്പോൾ കറണ്ട് അഫയേഴ്സിനെ ടച്ച് ചെയ്തിട്ട് എന്താണ് നമ്മൾ GK ക്വസ്റ്റ്യൻസ് ഇടാറുണ്ട് കേട്ടോ. അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചു പോവാം. ഇനി നോക്കൂ കേട്ടോ. പൂർണ്ണനാമം കാട്ടുങ്ങൽ സുബ്രഹ്മണ്യം മണിലാൽ എന്നാണ്. KS മണിലാൽ ആരാണ്? കാട്ടുങ്ങൽ സുബ്രഹ്മണ്യം മണിലാൽ എന്നാണ് യഥാർത്ഥ പേര്. 200-ലധികം ഗവേഷണ പ്രബന്ധങ്ങളും 11 പുസ്തകങ്ങളും അദ്ദേഹം രചിച്ചിട്ടുണ്ട്. കോഴിക്കോട് നഗരത്തിലെയും പരിസരത്തെയും സസ്യസമ്പത്തിനെ കുറിച്ചിട്ടാണ് പഠനത്തിന് അദ്ദേഹം നേതൃത്വം നൽകിയത്. സൈലന്റ് വാലിയിലെ സസ്യ ഇനങ്ങളെക്കുറിച്ച് നടത്തിയ പഠനം ശ്രദ്ധേയമായി. 2020-ൽ പത്മശ്രീ പുരസ്കാരം ലഭിച്ചു. ഓക്കെ, അപ്പോൾ KS മണിലാലിന് പത്മശ്രീ പുരസ്കാരം ലഭിക്കുന്നത് 2020-ലാണെന്ന് ഓർത്തിരിക്കുക. നെതർലാൻഡ്സ് സർക്കാരിൻ്റെ ഓഫീസർ ഓഫ് ദ ഓർഡർ ഓഫ് ഓറഞ്ച് നസോ അവാർഡ് ഉൾപ്പെടെ നിരവധി പുരസ്കാരങ്ങൾ അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം നെതർലാൻഡ്സ് സർക്കാരിൻ്റെ ഓഫീസർ ഓഫ് ദ ഓർഡർ ഓഫ് ഓറഞ്ച് നസോ അവാർഡ് അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കേരളത്തിലെ ആദ്യ സ്കിൻ ബാങ്ക് എവിടെയാണ് ആരംഭിക്കുന്നത്? ശ്രദ്ധിക്കുക, തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലാണ് കേട്ടോ. അപ്പോൾ ആദ്യത്തെ സ്കിൻ ബാങ്ക് ആരംഭിക്കുന്നത് എവിടെയാണ്? തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലാണ്. തീപ്പൊള്ളൽ, അപകടങ്ങൾ എന്നിവയിൽ ത്വക്ക് നഷ്ടപ്പെട്ടവർക്ക് ചികിത്സയ്ക്കായി ദാതാക്കളിൽ നിന്നും ശേഖരിക്കുന്ന ത്വക്ക് ശാസ്ത്രീയമായി സൂക്ഷിച്ചു വെക്കുന്ന ഒരു സംവിധാനമാണിത്. ഓക്കെ, സ്കിൻ ബാങ്ക് നമ്മൾ ബ്ലഡ് ബാങ്ക് എന്നൊക്കെ കേട്ടൂല്ലേ, അതുപോലെ തന്നെ സ്കിന്നുകൾ. അതിപ്പോൾ ചിലപ്പോൾ തീ പൊള്ളിയവരായിരിക്കാം, അപകടങ്ങൾ പറ്റിയിട്ട് തൊലി അല്ലെങ്കിൽ ത്വക്ക് നഷ്ടപ്പെട്ടവർക്ക് അവരുടെ ചികിത്സയ്ക്ക് വേണ്ടിയിട്ട് ദാതാക്കൾ ഡോണേഴ്സ് ഉണ്ടായിരിക്കാം. അപ്പോൾ അവരിൽ നിന്നും ശേഖരിക്കുന്ന ത്വക്ക് ശാസ്ത്രീയമായിട്ട് സൂക്ഷിച്ചു വെക്കുന്നു. ഇതാണ് ഈ ഒരു ഇതിൻ്റെ പ്രത്യേകത. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലാണ് ഇത് ആരംഭിച്ചിട്ടുള്ളതെന്ന് കൂടി ഓർത്തിരിക്കാം. കേരളത്തിലെ ആദ്യത്തെ സ്കിൻ ബാങ്കാണ് ഈ ഒരു തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ഇപ്പോൾ ആരംഭിച്ചിട്ടുള്ളത്. ദാതാക്കളുടെ സമ്മതത്തോടൊപ്പം ത്വക്ക് സ്വീകരിക്കുന്നു. ഓക്കെ, അതുപോലെ തന്നെ എന്താണ്, തീപ്പൊള്ളൽ, അപകടങ്ങൾ എന്നിവയ്ക്ക് ത്വക്ക് നഷ്ടപ്പെട്ടവർക്ക് പ്രധാനമായും ഇത് ഉപയോഗിക്കുന്നുണ്ട് കേട്ടോ. തീപ്പൊള്ളൽ, അപകടങ്ങൾ എന്നിവയിൽ ത്വക്ക് നഷ്ടപ്പെട്ടവർക്ക് പ്രധാനമായിട്ടും ഇത് ഉപയോഗിക്കുന്നു. അപ്പോൾ ചോദിക്കാൻ ചാൻസ് കൂടുതലാണ് കേട്ടോ. കേരളത്തിലെ ആദ്യത്തെ സ്കിൻ ബാങ്ക് എവിടെയാണ്? തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലാണ് ആരംഭിച്ചത്. അപകടം പറ്റിയവർ, അതുപോലെ തീപ്പൊള്ളലിലൊക്കെ അവരുടെ ത്വക്ക് നഷ്ടമായവർക്ക് വേണ്ടിയിട്ടുള്ളൊരു ഇതാണ്. ദാതാക്കളുടെ പൂർണ്ണ സമ്മതത്തോടു കൂടിയിട്ടാണ് എന്താണ് ത്വക്ക് സ്വീകരിക്കുന്നത്. എന്നിട്ട് അത് ശാസ്ത്രീയമായിട്ട് എന്ത് ചെയ്യും? സൂക്ഷിച്ചു വെക്കും. അപ്പോൾ ഇതാണ് സംഭവം കേട്ടോ. നെക്സ്റ്റ് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു ചോദ്യമാണ്. 2025-ലെ സന്തോഷ് ട്രോഫി വിജയികൾ ബംഗാളാണ്. പശ്ചിമ ബംഗാളിനാണ് 2025-ൽ സന്തോഷ് ട്രോഫി ലഭിക്കുന്നത്. 33-ാം തവണയാണ് അവർക്ക് ലഭിക്കുന്നത് കേട്ടോ. അതൊന്ന് ഓർത്തിരിക്കുക. അപ്പോൾ സന്തോഷ് ട്രോഫിയായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ കൂടി പറയാം. ബംഗാളിൻ്റെ 42-ാം ഫൈനലായിരുന്നു ഇത്. ആകെ 33 തവണയാണ് കിരീടം നേടിയത്. ഏറ്റവും കൂടുതൽ കിരീടം നേടിയിട്ടുള്ള ടീമും കൂടിയാണ് ഇവർ. ഫൈനലിൽ റോബി ഹൻസ്ദയുടെ ഗോളിൻ്റെ പിൻബലത്തിൽ 1-0 കേരളത്തെ തോൽപ്പിക്കുകയാണ് ഉണ്ടായത്. ഓക്കെ, അതുപോലെ റോബിൻ ഹൻസ്ദ ടൂർണമെൻറ്റിൻ്റെ ടോപ്പ് സ്കോറർ ആണ്. അതുപോലെ തന്നെ 12 ഗോളുകളാണ് അദ്ദേഹം നേടിയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ റോബിൻ ഹൻസ്ദ ടൂർണമെൻറ്റ് ടോപ്പ് സ്കോററാണ്, ശ്രദ്ധിക്കുക. ഇനി കേരളവുമായി ബന്ധപ്പെട്ട കുറച്ച് വസ്തുതകൾ പറയാം. ഈ സന്തോഷ് ട്രോഫിയിൽ കേരളം ഇതുവരെ 7 തവണയാണ് സന്തോഷ് ട്രോഫി നേടിയിട്ടുള്ളത്. ചോദിച്ചിട്ടുണ്ട് കേട്ടോ, PYQ ആണ്. കേരളം ഇതുവരെ എത്ര തവണ സന്തോഷ് ട്രോഫി നേടിയിട്ടുണ്ട്? 7 തവണയാണ്. കേരളം 16 തവണ ഫൈനലിൽ എത്തിയിട്ടുമുണ്ട്. അതും കൂടി ഓർത്തിരിക്കാം. കഴിഞ്ഞ 2 തവണ ഫൈനലിൽ ബംഗാളിനെ കേരളം തോൽപ്പിച്ചു. കഴിഞ്ഞ 2 തവണയായിട്ട് കേരളമായിരുന്നു നിന്നിരുന്നത്. ഇത്തവണ ആരാണ്?
ബംഗാളാണ് ജയിച്ചത് കേട്ടോ. ഫൈനലിൽ കേരള ക്യാപ്റ്റൻ സൽമാൻ നിസാർ 49 റൺസ് നേടി ടീമിൻ്റെ ടോപ്പ് സ്കോററായിട്ട് മാറിയിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ പേരൊക്കെ ഒന്ന് ഓർത്തിരിക്കുക. പശ്ചിമ ബംഗാളിൻ്റെ റോബി ഹൻസ്ദയാണ് ടോപ്പ് സ്കോറർ വന്നത്. കേരളം ഫൈനലിലൊക്കെ എത്തിയിരുന്ന സമയത്ത് സൽമാൻ നിസാർ 49 റൺസാണ് നേടിയിട്ട് ടോപ്പ് സ്കോററായിട്ട് മാറിയിട്ടുണ്ടായിരുന്നു. ഓക്കെ, 1941 ഈ ഒരു സന്തോഷ് ട്രോഫി ആരംഭിക്കുന്നത്. ഇന്ത്യയിലെ ഏറ്റവും പഴക്കമുള്ള ഫുട്ബോൾ ടൂർണമെൻറ്റാണ് സന്തോഷ് ട്രോഫി. ഓക്കെ, ഇന്ത്യയിൽ തന്നെ ഏറ്റവും പഴക്കമുള്ള ഫുട്ബോൾ ടൂർണമെൻറ്റാണ്. സന്തോഷ് യാദവിൻ്റെ സ്മരണാർത്ഥം നൽകിയ പേരാണ് സന്തോഷ് ട്രോഫി എന്നുള്ളത്. ശ്രദ്ധിക്കുക കേട്ടോ, സന്തോഷ് യാദവിൻ്റെ സ്മരണാർത്ഥം ഈ ഒരു ടൂർണമെൻറ്റിന് സന്തോഷ് ട്രോഫി എന്ന് പേര് കൊടുക്കുകയാണ് ഉണ്ടായിട്ടുള്ളത്. സംസ്ഥാന ടീമുകൾ തമ്മിലുള്ളൊരു മത്സരമാണിത്. ഓക്കെ, സംസ്ഥാന ടീമുകൾ തമ്മിലുള്ള മത്സരമാണ്. 4 പ്രധാന റെക്കോർഡുകളുണ്ട്. ഏറ്റവും കൂടുതൽ കിരീടം നേടിയിട്ടുള്ളത് ബംഗാളാണ്, 33 തവണ. ശ്രദ്ധിക്കുക. 2ാം സ്ഥാനം കേരളത്തിനാണ്, 7 തവണയാണ് ലഭിച്ചിട്ടുള്ളത്. 3ാം സ്ഥാനം പഞ്ചാബിനാണ്. ഓക്കെ, 3ാം സ്ഥാനം പഞ്ചാബിനാണ്. അപ്പോൾ എന്തൊക്കെയാണ്? അപ്പോൾ നമ്മുടെ സന്തോഷ് യാദവിൻ്റെ ഓർമ്മയ്ക്ക് വേണ്ടിയിട്ട് കൊടുത്തിട്ടുള്ള ഒരു പേരാണ് സന്തോഷ് ട്രോഫി. ഏറ്റവും കൂടുതൽ ലഭിച്ചിട്ടുള്ളത് പശ്ചിമ ബംഗാളിന്, കേരളത്തിന് 7 തവണയാണ് ലഭിച്ചിട്ടുള്ളത്. പശ്ചിമ ബംഗാളിന് 33 തവണ ലഭിച്ചിട്ടുണ്ട്. കഴിഞ്ഞ 2 തവണകൾ കേരളമാണ് ജയിച്ചത്, പക്ഷേ ഇത്തവണ ആർക്ക് കിട്ടി? നമ്മുടെ പശ്ചിമ ബംഗാളിന് ലഭിച്ചു. ഓക്കെ, പഞ്ചാബ് 8 തവണ കിരീടം നേടിയിട്ടുണ്ട്. അത് കേരളത്തേക്കാൾ കൂടുതലാണ്. എന്നാൽ പഞ്ചാബ് കേരളത്തെ പോലെ കൂടുതൽ ഫൈനലുകളിൽ എത്തിയിട്ടില്ല. അതുകൊണ്ട് കേരളം 2ാമനായിട്ട് കണക്കാക്കുന്നു. അതൊന്ന് ശ്രദ്ധിക്കുക കേട്ടോ. 3ാം സ്ഥാനം പഞ്ചാബിനാണെന്ന് പറഞ്ഞു, 8 തവണ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഏറ്റവും കൂടുതൽ ഫൈനലുകളിൽ കേരളത്തിൻ്റെ അടുത്തെത്താനായിട്ട് പഞ്ചാബിന് സാധിച്ചിട്ടില്ല. അതുകൊണ്ടാണ് 2ാം സ്ഥാനം കേരളമായിട്ട് കണക്കാക്കുന്നത്. 9th ക്വസ്റ്റ്യൻ, യൂണിക് ഐഡൻറ്റിഫിക്കേഷൻ അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ പുതിയ CEO ഭുവനേഷ് കുമാറാണ്. ശ്രദ്ധിക്കുക കേട്ടോ, യൂണിക് ഐഡൻറ്റിഫിക്കേഷൻ അതോറിറ്റി ഓഫ് ഇന്ത്യ. എല്ലാവർക്കും ആധാറൊക്കെ ഇല്ലേ? അപ്പോൾ യൂണിക് ഐഡൻറ്റിഫിക്കേഷൻ ഓഫ് അതോറിറ്റി ഇമ്പോർട്ടൻ്റ് ആണ്, ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഇപ്പോഴത്തെ CEO ആരാണ്? ഭുവനേഷ് കുമാറാണ്. ശ്രദ്ധിക്കാം. ഇനി കേരളത്തിലെ ആദ്യത്തെ ഡിസൈൻ സൂ എവിടെയാണ് സ്ഥാപിച്ചിരിക്കുന്നത്? ഇമ്പോർട്ടൻ്റ് ആണ്. തൃശ്ശൂർ ജില്ലയിലെ ഒല്ലൂർ മണ്ഡപത്തിലെ പുത്തൂർ എന്നുള്ള സ്ഥലത്താണ് കേട്ടോ, പുത്തൂർ. ഓക്കെ, അപ്പോൾ കേരളത്തിലെ തന്നെ ആദ്യത്തെ ഡിസൈൻ സൂ വരാൻ പോകുന്നത് അല്ലേ, സ്ഥാപിച്ചിരിക്കുന്നത് തൃശ്ശൂർ ജില്ലയിലെ ഒല്ലൂർ മണ്ഡപത്തിലുള്ള പുത്തൂരാണ്. പ്രകൃതിക്കും വന്യജീവികൾക്കും ഹാനികരമല്ലാത്ത രീതിയിൽ ആധുനിക സാങ്കേതിക വിദ്യയും പരിസ്ഥിതി സൗഹൃദ നിർമ്മാണവും സമന്വയിപ്പിച്ച് നിർമ്മിക്കുന്ന നൂതന മൃഗശാല രൂപകൽപ്പനയാണ് ഡിസൈൻ സൂ. 338 ഏക്കറിൽ 380 രൂപ ചെലവഴിച്ചിട്ടാണ് ഏഷ്യയിലെ 2ാമത്തെ വലിയ സുവോളജിക്കൽ പാർക്ക് നിർമ്മിച്ചിട്ടുള്ളത്. അപ്പോൾ ഏഷ്യയിലെ തന്നെ 2ാമത്തെ വലിയ സുവോളജിക്കൽ പാർക്കാണ്. 338 ഏക്കറിലായിട്ട് 380 കോടി രൂപ ചെലവിട്ടിട്ട് നിർമ്മിച്ചിട്ടുള്ളതാണ്. ഓക്കെ, അത് പ്രകൃതിക്കും വന്യജീവികൾക്കും ഹാനികരമല്ലാത്ത രീതിയിൽ ആധുനിക സാങ്കേതിക വിദ്യയും പരിസ്ഥിതി സൗഹൃദ നിർമ്മാണവും സമന്വയിപ്പിച്ചിട്ടുള്ള ഒരു നൂതന രൂപകൽപ്പനയാണ്. അത് ശ്രദ്ധിക്കുക. തൃശ്ശൂർ ജില്ലയിലെ ഒല്ലൂർ മണ്ഡപത്തിലാണ് പുത്തൂരെന്നും കൂടിയും ഓർത്തിരിക്കുക. ഓക്കെ, അപ്പോൾ ഇന്ന് ഈ ഒരു 10 ചോദ്യങ്ങളിൽ നമുക്ക് നിർത്താം കേട്ടോ. വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പിൽ നമുക്ക് ചോദ്യങ്ങൾ വരാൻ ചാൻസ് കൂടുതലാണ്. അപ്പോൾ ഈ ഒരു SCERTയുടെ PDF ലഭിക്കാനും അതുപോലെ തന്നെ മറ്റെല്ലാ PDF ലഭിക്കാൻ വേണ്ടിയിട്ട് ഈ ചാനലൊന്ന് ജോയിൻ ചെയ്തിടാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം കേട്ടോ. താങ്ക് യു.